السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. ഏറെ ബഹുമാന്യരായ അധ്യാപകരെ, പ്രിയ നിറഞ്ഞ സുഹൃത്തുക്കളെ, പുരോഗമനം, സ്വതന്ത്രവാദം, കാലത്തിനനുസരിച്ചുള്ള മാറ്റം എന്നെല്ലാമുള്ള പേരിൽ ലിബറലിസത്തെ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കപ്പെടുന്നത് ഏറ്റവും നല്ല മനുഷ്യനെ മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും വിശാലതയിലേക്ക് കൈപിടിച്ചുയർത്തുന്ന, മനുഷ്യനെ ഏറ്റവും പരിഷ്കൃതനാക്കുന്ന ഒരു കാര്യമായിട്ടാണ്. ലിബറലിസം മനുഷ്യനെ കൂടുതൽ പരിഷ്കാരങ്ങളിലേക്ക് നയിക്കുകയും മതങ്ങൾ പരിഷ്കാരങ്ങളിൽ നിന്ന് എന്തെല്ലാം പ്രത്യാഘാതങ്ങളാണ് നേരിടേണ്ടി വരിക, തനിക്ക് ചുറ്റും ജീവിക്കുന്ന ആളുകൾക്ക് എന്തെല്ലാം പ്രയാസങ്ങളാണ് ഇത് മുഖേന നേരിടേണ്ടി വരിക എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളിൽ നിന്നെല്ലാം ഒഴിമാറുകയാണ് ലിബറലിസം ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുക എന്ന ദൗത്യമാണ് ലിബറലിസം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ എന്തെല്ലാം നന്മകളുണ്ടോ, എന്തെല്ലാം ഗുണങ്ങളുണ്ടോ അതെല്ലാം ഇല്ലായ്മ ചെയ്യുകയാണ് ലിബറലിസം. മനുഷ്യനൊരു ശുദ്ധ പ്രകൃതിയുണ്ട്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ മനുഷ്യരും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. ആ ശുദ്ധ പ്രകൃതി അവന് നൽകുന്ന ചില ഗുണങ്ങളുണ്ട്. നൈസർഗികമായി കിട്ടുന്നതും ആർജിച്ചെടുക്കുന്ന ചില ഗുണങ്ങളും സവിശേഷതകളും. ലജ്ജ, വിനയം, നന്ദി തുടങ്ങിയ ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. ഇത്തരം ഗുണങ്ങളാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. തോന്നുന്നത് എന്തും ചെയ്യാനുള്ള അധികാരം ഒരു മനുഷ്യനുണ്ട് എന്ന കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ സമൂഹത്തിൽ ലിബറലിസത്തിന്റെ വക്താക്കൾ വരുത്തി തീർക്കുന്നത്. ഇതുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സമൂഹത്തിന്റെ ഘടനയെ, സമൂഹത്തിന്റെ സുരക്ഷയെ, എന്തിനേറെ മനുഷ്യ ഗുണത്തെ തന്നെ നശിപ്പിക്കാൻ തക്ക വിധത്തിലുള്ള വിഷയങ്ങളാണ് എന്നതാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദേഹേച്ഛകളെ പിൻപറ്റുക എന്ന വിഷയത്തിൽ കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. അള്ളാഹുവിലുള്ള യാതൊരു മാർഗദർശനവും കൂടാതെ തന്നിഷ്ടത്തെ പിന്തുടർന്നവനേക്കാൾ വൈവിധ്യവനാരുണ്ട്? ലിബറലിസ്റ്റ് ചിന്താഗതിക്കാർ അല്ലെങ്കിൽ സ്വതന്ത്രവാദികൾ പ്രധാനമായും ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത് LGBTQ, സിംഗിൾ പാരന്റിംഗ് തുടങ്ങിയ വിഷയങ്ങളിലാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഒരു കുടുംബത്തിന്റെ അടിത്തറ എന്നത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് ആരംഭിക്കുന്നത്. മനുഷ്യരെ, തീർച്ചയായും നിങ്ങളെ നാം ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ ലിബറലിസ്റ്റ് ചിന്താഗതിക്കാർ ഈ ഒരു അടിത്തറ തകർക്കുവാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. കുടുംബം ശിഥിലമായാൽ സമൂഹം നശിക്കുമെന്ന ദീർഘവീക്ഷണമാണ് ഇവർക്കുള്ളത്. മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിയുടെ ഭാഗമായ ലജ്ജ എന്ന ഗുണത്തെ എടുത്തു കളയുക എന്നതാണ് ലിബറലിസം പ്രധാനമായും കൈവെക്കുന്ന മറ്റൊരു മേഖല. മൈ ബോഡി മൈ ചോയ്സ് എന്ന മുദ്രാവാക്യം കേൾക്കാത്തവർ വളരെ കുറവായിരിക്കും. യഥാർത്ഥത്തിൽ എന്റെ ശരീരം എന്റെ അവകാശമാണ്, അതുകൊണ്ട് എനിക്ക് എന്തും ചെയ്യാമെന്നയാൾ പ്രഖ്യാപിക്കുമ്പോൾ അവിടെ നാം മനസ്സിലാക്കേണ്ടത് അയാളിൽ നിന്നും ലജ്ജ എന്ന ഗുണത്തെ എടുത്തു കളഞ്ഞിരിക്കുന്നു എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഇന്നൽ ഹയാഉ വൽ ഈമാനു കുൽമാ ജമീഅ ഫഇദാ റുഫിഅ അഹദുഹുമാ റുഫിഅൽ ആഖർ. തീർച്ചയായും ലജ്ജയും ഈമാനും പരസ്പരം ബന്ധിക്കപ്പെട്ടതാണ്. അതിലൊന്നുയർന്നാൽ മറ്റേതും ഉയർത്തപ്പെടും. ഇത്തരത്തിൽ മനുഷ്യൻ എന്തെല്ലാം നന്മകളുണ്ടോ അതെല്ലാം നശിപ്പിക്കുകയാണ് ലിബറലിസം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ശബ്ദിക്കാം മനുഷ്യരുടെ സർവനാശത്തിന് കാരണമായേക്കാവുന്ന ലിബറലിസത്തിനെതിരെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.